വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുഷ്പക വിമാനം സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് കടക്കാം. ഡയറക്ടർ ഉല്ലാസ് കൃഷ്ണ, പ്രൊഡ്യൂസർ ജോൺ കുടിയൻമല, മ്യൂസിക് രാഹുൽ രാജ്, സിനിമാറ്റോഗ്രാഫി രവിചന്ദ്രൻ, സ്റ്റോറി ദീപു ആൻഡ് സന്ദീപ് സദാനന്ദൻ, പിന്നെ എഡിറ്റർ അഖിലേഷ് മോഹൻ. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ സിജു വിൽസൺ, ബേസിൽ ജോസഫ്, ധീരജ് ഡെന്നി, ബാലു വർഗീസ്, ലെന, നമ്രിത, സിദ്ദീഖ്, പിന്നെ ഷൈജു അടിമാലി, മനോജ് കെയു, പിന്നെ മറ്റു താരങ്ങളും. ഈ സിനിമയ്ക്ക് എത്ര പേര് നെഗറ്റീവ് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ കുറേ കാര്യങ്ങൾ ഓക്കെ ആയി വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ സിനിമയുടെ അവസ്ഥ എന്നുള്ളത് ഞാൻ അവസാനം പറയാം. ആദ്യം തന്നെ ഈ സിനിമയുടെ കഥ, അതുപോലെ തിരക്കഥ, അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ കഥ വന്നിട്ട് ഒരു സാങ്കല്പിക കഥയാണ്. അപ്പോൾ സിനിമയായി കാണുന്നവർക്ക് ഈ കഥ ഓക്കെ ആവുകയുള്ളൂ. കാരണം ഇതൊരു തികച്ചും സാങ്കല്പിക കഥയാണ്. ഇതിൻ്റെ ഇൻ്റർവെല്ലിൻ്റെ അവിടുന്ന് അങ്ങോട്ട് സിനിമയുടെ ഫസ്റ്റ് കാണിക്കുന്ന ഭാഗം അതേപോലെ തന്നെയാണ്. എന്നാൽ ഇൻ്റർവെല്ലിൻ്റെ അവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ടും തികച്ചും സാങ്കല്പികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സിനിമയെ ഒരു വലിയ ലോജിക്കൊക്കെ ചിന്തിക്കാതെ സിനിമയായിട്ട് കാണുന്നവർക്ക് കഥ ഓക്കെ ആവുകയുള്ളൂ. അപ്പോൾ കഥയുടെ അവസ്ഥ അങ്ങനെയാണ്. ഇതിൻ്റെ തിരക്കഥ എഴുതാൻ നല്ല പണിയുണ്ട് കേട്ടോ. ദീപു ആൻഡ് സന്ദീപ് സദാനന്ദൻ നന്നായിട്ട് തന്നെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. അവരാണ് എഴുതിയിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ തിരക്കഥ ഒരു സീന് വരെ, ഒരു ഭാഗം വരെ ഒരു പ്രത്യേക രീതിയിൽ സിനിമ പോവും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അടുത്ത ഭാഗത്തിൽ സിനിമയുടെ ആ കഥ തന്നെ ചേഞ്ച് ആവുകയാണ്. വീണ്ടും ചേഞ്ച് ആവുകയാണ്. വന്ന ഭാഗം തന്നെ വീണ്ടും ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെ ചേഞ്ചായിട്ട് അവസാനമാണ് ക്ലൈമാക്സിൽ എത്തുന്നതും. അതിൽ ഓരോ ഭാഗമായിട്ട് ചേഞ്ചായി വരുമ്പോൾ തിരക്കഥയിൽ കുറച്ച് പണിയെടുക്കാനുണ്ട്. കാരണം ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഹീറോയും അതേപോലെ സഹനടനും കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഓട്ടം, റോട്ടിലൂടെയും വണ്ടിക്ക് മേലെ കൂടിയും അങ്ങനെ ഇങ്ങനെ ഓട് തന്നെ. ഇവർ എനിക്ക് തോന്നുന്നു കുറേ ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തതെന്ന് തോന്നുന്നു. കാരണം ഓടാൻ കുറേ ഉണ്ട്, വിയർത്ത് കുളിച്ച് ഓടാനുണ്ട്. അപ്പോൾ ഇൻ്റർവെല്ല് വരെ ഈ സിനിമ എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയാലോ എന്ന് എനിക്ക് സാധാരണഗതിയിലാണെങ്കിൽ തോന്നിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ കുറേ പേർക്ക് ഈ സിനിമ ഇൻ്റർവെല്ല് വരെ എത്തുമ്പോൾ ഇറങ്ങിപ്പോയാലോ എന്ന് തോന്നും. കാരണം എന്തോ ഒരു അവസ്ഥയിൽ പോകുന്ന ഒരു സിനിമ. അപ്പോൾ ഇൻ്റർവെല്ല് വരെ സംഭവം ഇവർ ഓട്ടം തന്നെയാണ്. അതേപോലെ ഒരു ക്രൈമിൽ ഇവരും വലിച്ചിഴക്കപ്പെടുന്നു. പിന്നെ അതിന് ശേഷം ആ ക്രൈം എന്താണെന്ന് പോലും ഇവർ ചിന്തിക്കാതെ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇല്ലാതാകുമോ? അത് ഇവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. വീണ്ടും ഇവർ ഓട്ടം തന്നെ. പക്ഷേ ഇൻ്റർവെല്ലിൽ എത്തിയപ്പോൾ സിനിമ തന്നെ തീർന്നു. കാരണം ഇതിലെ പ്രധാന ആളൊക്കെ അതിൻ്റെ ക്ലൈമാക്സ് ആയി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എന്താണ്? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻ്റർവെല്ലായപ്പോൾ പുഷ്പക വിമാനം എന്ന് എഴുതിയൊക്കെ ഒരു മറ്റേ ആംബുലൻസ് പോലത്തെ ഒരു വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ സിനിമ കഴിഞ്ഞോ? എന്താ ഇതിൻ്റെ അവസ്ഥ? ഒന്നും പിടുത്തം കിട്ടിയില്ല. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇൻ്റർവെൽ തന്നെയാണ്, തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താണെന്ന് ഒരു എത്തും പിടിയില്ലാത്ത ക്യാരക്ടറായിരുന്നു. അപ്പോൾ ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. അദ്ദേഹം ആദ്യം തന്നെ വരുന്നുണ്ട്. ഇൻ്റർവെല്ലിന് ശേഷമല്ലേ അറിയുന്നത് സിനിമ ഇങ്ങനെയൊക്കെയാണെന്ന്, ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ എന്താണെന്ന്, സിനിമയുടെ പോക്ക് എന്താണെന്ന്. ഇൻ്റർവെല്ലിന് ശേഷം നല്ല ത്രില്ലിങ്ങോടെയാണ് കേട്ടോ സിനിമ മൂവിങ് ആവുന്നത്. കാരണം ഇൻ്റർവെല്ല് വരെ ഈ സിനിമയെ ഇങ്ങനെയേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഭാഗം ത്രില്ലിങ് ആക്കണമെങ്കിൽ ഇൻ്റർവെല്ല് വരെ നമുക്കൊന്നും മനസ്സിലാകാതെ അങ്ങനെ പോകണം. അതുകൊണ്ടാണ് ഒരു പകുതി ഭാഗം വരെ ആകെ ഒരു ആടിക്കുഴഞ്ഞ രീതിയിൽ സിനിമ പോയത്. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം നല്ല ത്രില്ലിങ്ങിൽ പോയിട്ട്, അതായത് ഈ സിനിമയിലെ സിജു വിൽസൺ ക്യാരക്ടറിന് ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, ഇൻ്റർവെല്ലോടെ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം സിജു വിൽസൻ്റെ കാര്യങ്ങൾ തന്നെ മാറി മറിഞ്ഞിട്ട് തിരക്കഥയിൽ ചേഞ്ചായിട്ട് വീണ്ടും ക്രൈമിലേക്ക് കടക്കുന്നു.
ബേസിൽ ജോസഫ് സിജു വിൽസന് ഒരു ഓഫർ തരികയാണ്, നിനക്ക് ഞാനൊരു 1 മിനിറ്റ് സമയം തരാം, അതിൻ്റെ ഉള്ളിൽ നീ ഒക്കെ മാറ്റിമറിച്ചോ. എന്താ പറയണത്? ഈ രീതിയിലുള്ള സിനിമകൾ തമിഴിൽ 2-3 ഞാൻ കണ്ടിട്ടുണ്ട്. രജനീകാന്തിൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ട്, ഈ അടുത്ത് തന്നെ ഒരു സിനിമ വന്നിട്ടുണ്ട്, ഒരു 10 വർഷം മുമ്പ് ഒരു സിനിമ വന്നിട്ടുണ്ട്. അപ്പോൾ സിജു വിൽസന് അത് സംഭവിക്കുമ്പോൾ ബേസിൽ ജോസഫ് 1 മിനിറ്റ് സമയം തന്നിട്ട് അദ്ദേഹം കഥ തന്നെ ചേഞ്ച് ആക്കുകയാണ്. ഇതിൽ ബേസിൽ ജോസഫാണ് ഈ സിനിമയുടെ കഥ തന്നെ കൊണ്ടുപോകുന്നത്. കഥയെ മാറ്റിമറിക്കുന്ന റോള് അദ്ദേഹത്തിനാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വന്നിട്ട് മാറ്റിമറിക്കും കഥയെ. സിജു വിൽസന്റെ കാര്യം വന്ന് ഒരു സ്ഥലത്ത് നിൽക്കും. അത് കഴിഞ്ഞപ്പോഴേക്കും സഹനടനായിട്ട് വരുന്ന ബാലു വർഗീസിനും അത് തന്നെ സംഭവിക്കുന്നു. പിന്നെ ബാലു വർഗീസിൻ്റെ പുറകിലായി ബേസിൽ ജോസഫ് ബാലു വർഗീസിന് വീണ്ടും നിനക്ക് ഞാൻ ഒരു ഓഫർ തരുന്നു, പോയിട്ട് വാ പറയുന്നു. അങ്ങനെ ബാലു വർഗീസ് പോയിട്ട് വീണ്ടും ഇവർ ഓട്ടം തന്നെ. പക്ഷെ അവിടെ എനിക്കൊരു വിഷയം തോന്നിയത്, ബാലു വർഗീസിൻ്റെ ആ സംഭവത്തിന് ശേഷം ബേസിൽ ജോസഫ് നൽകുന്ന ഓഫറിൽ അദ്ദേഹം വീണ്ടും ഓടി പഴയ തന്നെ കാണിച്ചുകൊണ്ട് അത് വേണ്ടെന്നല്ല, അത് കഥയ്ക്ക് ഓക്കെ ആണെങ്കിൽ അതൊന്ന് ചുരുക്കാമായിരുന്നു. വേണം, പക്ഷെ ചുരുക്കാമായിരുന്നു തോന്നി. അതൊരു നമുക്കൊരു ലാഗ് അനുഭവപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എന്നാലും ബാലു വർഗീസിൻ്റെ ആ ഒരു കാര്യത്തിൽ എത്തിയതിന് ശേഷം വീണ്ടും ഇവർ ക്രൈമിനെ കൂടുതലായിട്ട് കണ്ടുപിടിച്ചെത്തുമ്പോഴാണ് യഥാർത്ഥ വില്ലനിലേക്ക് എത്തുന്നത്. സിനിമ അങ്ങനെ ത്രില്ലിങ്ങിൽ നല്ല രീതിയിൽ തിരക്കഥയിൽ മൂവിങ് ആയിട്ട് അവസാനം നല്ല രീതിയിൽ അവസാനിക്കുന്നുണ്ട്. ഈ സിനിമ എനിക്ക് ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. കഥ സാങ്കല്പികം, തിരക്കഥ ഗംഭീരം, മ്യൂസിക് ഓക്കെ. ഇതിൻ്റെ എഡിറ്റിങ് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എഡിറ്റിങ് ഈ തല്ലുമാല സിനിമയിലൊക്കെ വരുന്ന പോലത്തെ ഒരു പ്രത്യേക എഡിറ്റിങ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അതേപോലെ സിനിമാറ്റോഗ്രാഫി, ഇവർ ഓട്ടം തന്നെ അതുകൊണ്ട് സിനിമാറ്റോഗ്രാഫർക്കും നല്ല പണി വന്നിട്ടുണ്ട്, അതും നന്നായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ എത്രത്തോളം നല്ലതെന്ന് ചോദിച്ചാൽ, ഇത് സാങ്കല്പികമായതുകൊണ്ടും പിന്നെ ഇതിൽ ബാലു വർഗീസിൻ്റെ ക്യാരക്ടർ വീണ്ടും ഓടുന്ന സമയത്ത് കുറേ ഒരു പഴയ തന്നെ വീണ്ടും കാണിക്കുന്നത് കൊണ്ട് അതൊരു ലാഗ് അനുഭവപ്പെട്ടത് കൊണ്ടൊക്കെ സിനിമ കണ്ടിരിക്കാം, കുഴപ്പമില്ല. അതേപോലെ ഇതിലെ വില്ലൻ കഥാപാത്രവും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അങ്ങേര് അവസാനം എത്തുമ്പോൾ വീണ്ടും അങ്ങേർക്കൊരു ഓഫർ വരികയാണ് വില്ലന്. അതിൽ അവസാനിക്കുകയാണ് സിനിമ. ആ ഓഫർ എനിക്ക് തോന്നുന്നത് ഇനി 2ാം ഭാഗം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ പുഷ്പക വിമാനം ജീവിതം എന്ന ഒരു ഓഫർ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.